മിസ്റ്റർ നെതന്യാഹു, ഹിറ്റ്ലർ നേരിടേണ്ടി വന്ന തോൽവി പ്രവചിക്കാൻ കഴിയാത്തതുപോലെ നെതന്യാഹുവിനും അതേ അന്തിമ വിധി നേരിടേണ്ടി വരും. കഴിഞ്ഞ ദിവസം തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യിബ് ഉർദുഗാൻ നടത്തിയ പ്രസ്താവന ഇതായിരുന്നു. എന്നാൽ നെതന്യാഹു വെറുതെ നിന്നില്ല. അയാൾ തിരിച്ചടിച്ചു. ജെറുസലേം ഇത് ഞങ്ങളുടെ നഗരമാണ്. മിസ്റ്റർ എർദോഗാൻ, ഇത് നിങ്ങളുടെ നഗരമല്ല, ഇത് ഞങ്ങളുടേതാണ്, എന്നും ഞങ്ങളുടേത് തന്നെയായിരിക്കും. ഇനി ഒരിക്കലും ജെറുസലേം വിഭജിക്കപ്പെടില്ല എന്ന് നെതന്യാഹുവും തിരിച്ചടിച്ചു. മുൻപ് പലതവണ തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യിബ് ഉർദുഗാന്റെ ഫലസ്തീൻ വിഷയത്തിലുള്ള ഇരട്ടത്താപ്പ് നയങ്ങളെ നമ്മൾ ചൂണ്ടിക്കാണിച്ചിരുന്നതാണ്. എന്നാൽ കാലം മാറി, കഥ മാറി. ഉർദുഗാന്റെ തുർക്കി ഇപ്പോൾ ഇസ്രയേലിനെതിരെ പതിവിലും ശക്തമായി രംഗത്ത് വരുന്നതാണ് നാം കാണുന്നത്. ഏത് നിമിഷവും തുർക്കിയും ഇസ്രയേലും തമ്മിൽ ഒരു പോരാട്ടം നടന്നേക്കാം എന്നതാണ് ഇപ്പോഴുള്ള അവസ്ഥ. കഴിഞ്ഞ കുറച്ചു ദിവസം മുൻപ് തുർക്കിയുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞത് ഇസ്രയേൽ അടുത്തത് ലക്ഷ്യമിടുന്നത് ഏത് രാജ്യമാണോ ആ രാജ്യത്തിന്റെ കൈകൾ കൊണ്ട് തന്നെ ഇസ്രയേൽ ഒടുങ്ങും എന്നായിരുന്നു. അന്ന് എല്ലാവരും ആ രാജ്യം തുർക്കിയല്ല ഇറാൻ ആയിരിക്കുമെന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ കൂടുതൽ വ്യക്തതകൾ വരുമ്പോൾ ആ രാജ്യം സാക്ഷാൽ തുർക്കി തന്നെയാണ് എന്ന് വ്യക്തമാവുകയാണ്. അതേസമയം തുർക്കിയും ഇസ്രയേലും പരസ്പരം കൊമ്പ് കോർക്കുകയാണ്. പ്രവചനാതീതമാണ് കാര്യങ്ങൾ. ഗസയെ ചൊല്ലി, സിറിയയെ ചൊല്ലി, സൈപ്രസിനെയും ഗ്രീസിനെയും ചൊല്ലി തുർക്കിയും ഇസ്രയേലും ഏത് നിമിഷവും തമ്മിലടിക്കാവുന്ന അവസ്ഥ. എന്താണ് കാര്യം? ഈ അടുത്ത കാലം വരെ രഹസ്യബന്ധങ്ങൾ ഉണ്ടായിരുന്ന രണ്ടു രാജ്യങ്ങൾ തമ്മിൽ പരസ്യമായി ഏറ്റുമുട്ടുമ്പോൾ ഇരുവർക്കുമിടയിൽ പൊടുന്നനെ തന്നെ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതറിയണമെങ്കിൽ അല്പം ചരിത്രത്തിന്റെ പിന്നാമ്പുറത്തേക്ക് ഒന്നെത്തി നോക്കണം. തുർക്കി ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ചരിത്ര സംഭവമാണ് ആർമേനിയൻ ദുരന്തം. ഒന്നാം ലോകമഹായുദ്ധകാലത്ത് അഥവാ 1915 1923 ഇടയിൽ സംഭവിച്ചതാണിത്. 1915 ഏപ്രിൽ 14 അർമേനിയൻ ബുദ്ധിജീവികളും സാമൂഹ്യ പ്രവർത്തകരും മതനേതാക്കളും ഉൾപ്പെടെയുള്ള ധാരാളം പേരെ ഒട്ടോമൻ ഭരണകർത്താക്കൾ നാടുകടത്തുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഒട്ടോമൻ ഭരണത്തെ പിന്തുണക്കുന്നതോടൊപ്പം ഭരണവിരുദ്ധ വിഭാഗങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നതായിരുന്നു അന്ന് ഒട്ടോമൻ പറഞ്ഞ കാരണം. ലക്ഷക്കണക്കിന് ആളുകളെ സിറിയയിലേക്ക് ഇതേ തുടർന്ന് നാടുകടത്തി. ഈ നാടുകടത്തലിനിടെ ഒട്ടോമൻ ഭരണം ലക്ഷക്കണക്കിന് അർമേനിയക്കാരെ കൂട്ടക്കൊല ചെയ്തു. അർമേനിയൻ ജനസംഖ്യയുടെ 75% പേരെയും ഒട്ടോമൻ ഭരണക്കാർ കൊന്നുകളഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. ഈ സംഭവം ജനോസൈഡ് ആണെന്ന് പല രാജ്യങ്ങളും ഈ അടുത്ത് പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. തുർക്കി ഇത് യുദ്ധ സാഹചര്യത്തിൽ നടക്കുന്ന കൊലപാതകങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിക്കുമ്പോൾ ഇത് നിർബന്ധിത കൂട്ടക്കൊലയും ഉന്മൂലവുമാണെന്ന് പല രാജ്യങ്ങളും പറഞ്ഞു വെക്കുന്നു. 2025 ഓഗസ്റ്റ് 27 ഇത് ജിനോസൈഡ് ആണെന്ന് നെതന്യാഹുവും പറഞ്ഞതോടെ തുർക്കി കൂടുതൽ പ്രകോപിതരായി. ഇക്കാലം അത്രയും തുർക്കിയും ഇസ്രയേലും തമ്മിൽ നയതന്ത്ര ബന്ധം മികച്ചതായിരുന്നപ്പോൾ ഇസ്രയേൽ ഇത് പരസ്യമാക്കിയിരുന്നില്ല. എന്നാൽ ബന്ധം വഷളായതോടെ നെതന്യാഹു ഇത് പറഞ്ഞു എന്ന് മാത്രമല്ല, രംഗം കൂടുതൽ വഷളാവുകയും ചെയ്തു. തുർക്കിക്കെതിരെ ജിനോസൈഡ് ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന കൂട്ടക്കൊലകളെയും തുർക്കി ഇതേ ഭാഷയിൽ ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ജിനോസൈഡ് എന്ന് വിശേഷിപ്പിച്ചു. പതിവിൽ നിന്നും വ്യത്യസ്തമായി ഉർദുഗാൻ ശക്തമായ ഭാഷയിൽ തന്നെ പ്രതികരിച്ചു. ഇക്കഴിഞ്ഞ ദിവസം നെതന്യാഹു ഇതിന് മറുപടിയായി വീണ്ടും പറഞ്ഞു, മിസ്റ്റർ ഉർദുഗാൻ, ജെറുസലേം ഇത് ഞങ്ങളുടെ നഗരമാണെന്ന്. ഈ വാക്കുപോരുകൾ ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ തുടരുകയാണ്. ഇതിനിടെയാണ് ഇസ്രയേൽ അയൽ രാജ്യമായ സൈപ്രസിൽ കൂടുതൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നത്. ഇത് തുർക്കിയെ കൂടുതൽ പ്രകോപിതമാക്കിയിരിക്കുകയാണ്. ഇസ്രയേലിനും തുർക്കിക്കുമിടയിലുള്ള ഈ യൂറോപ്യൻ ദ്വീപ് രാഷ്ട്രം 1974 തുർക്കി ആക്രമിക്കുകയും സൈപ്രസിന്റെ ആകെയുള്ള 9251 ചതുരശ്ര കിലോമീറ്ററിൽ 3355 ചതുരശ്ര കിലോമീറ്റർ അഥവാ സൈപ്രസിന്റെ 36% തുർക്കി കൈവശപ്പെടുത്തി. ഈ പ്രദേശത്തെ തുർക്കിഷ് റിപ്പബ്ലിക് ഓഫ് നോർത്തേൺ സൈപ്രസ് TRNC എന്നാണ് പറയുക. ഇത് തുർക്കിയുടെ ഭാഗമാണെന്ന് തുർക്കി അവകാശപ്പെടുന്നു. എന്നാൽ ഐക്യരാഷ്ട്രസഭ പോലും ഇത് അംഗീകരിക്കുന്നില്ല. തുർക്കിഷ് റിപ്പബ്ലിക്കിനും സൈപ്രസിനും ഇടയിൽ ഐക്യരാഷ്ട്രസഭയുടെ 180 കിലോമീറ്റർ നീളമുള്ള ബഫർ സോണുമുണ്ട്. അതുകൊണ്ട് തന്നെ ഔദ്യോഗിക സൈപ്രസും തുർക്കിയും തമ്മിൽ നല്ല ബന്ധമല്ല നിലനിൽക്കുന്നത്. ഇതിനിടെയാണ് സൈപ്രസിൽ ഇസ്രയേൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നത്. ഇത് തുർക്കിയുടെ ആക്രമണങ്ങൾ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. ഇതിനിടെ ഇസ്രയേൽ, ഗ്രീസ്, സൈപ്രസ് ഇസ്രയേൽ ഗ്യാസ് പൈപ്പ് ലൈൻ കൂടി പ്രഖ്യാപിച്ചു. ഇതോടെ തുർക്കി കൂടുതൽ പ്രകോപിതമായി. ആത്യന്തികമായി തുർക്കിക്കൊരു ലക്ഷ്യമുണ്ട്: പഴയ പ്രതാപം തിരിച്ചു പിടിക്കുക, ഇസ്ലാമിക ലോകത്തിന്റെ ഹീറോ പരിവേഷ രാജ്യമായി തുർക്കിയെ മാറ്റുക. ഇതിനായി സിറിയയിലെ അസദ് ഭരണകൂടത്തെ അട്ടിമറിച്ച് സുന്നികൾക്ക് പ്രാധാന്യമുള്ള പുതിയ ഭരണകൂടത്തെ സ്ഥാപിച്ചു.
ഈ സ്വാധീനത്തിൽ രണ്ട് കാര്യങ്ങൾ തുർക്കി ചെയ്തു. ഒന്ന്, തുർക്കിക്കെതിരെ പോരാടുന്ന കുർദിഷ് വംശജർക്കെതിരെയും സിറിയ കേന്ദ്രീകരിച്ച് തുർക്കി നീങ്ങി. ഇവർക്ക് സപ്പോർട്ട് നൽകുന്ന ജൂത ലോബിയെ ഇപ്പോൾ തുർക്കി സിറിയക്കൊപ്പം ചേർന്ന് അടിച്ചൊതുക്കുകയാണ്. രണ്ട്, സിറിയയിൽ തുർക്കി നിർണായകമായ സൈനിക ബേസ് തുറക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇസ്രയേലിന്റെ പ്രശ്നവും ഇവിടെയാണ്. ഈ ബേസ് തുറന്നാൽ സിറിയയിൽ കടന്നു ചെന്നുള്ള അതിക്രമങ്ങൾ ഇസ്രയേലിന് ഇനി സാധ്യമാവുകയില്ല. തുർക്കിയുടെ ഈ ക്യാമ്പ് ഒരിക്കലും സിറിയയിൽ വരാൻ പാടില്ല, ഇതാണ് ഇസ്രയേൽ കാണുന്നത്. മാത്രവുമല്ല, സിറിയയോട് ചേർന്നുള്ള തുർക്കി ക്യാമ്പിന് നേരെ ഇസ്രയേൽ ആക്രമണം ഉണ്ടാവുകയും ചെയ്തു. ഇതും രണ്ടു രാഷ്ട്രങ്ങൾക്കിടയിൽ പ്രശ്നമായി. ഇസ്രയേൽ തുടരുന്ന നഗ്നമായ അന്താരാഷ്ട്ര ലംഘനങ്ങളും തങ്ങളാണ് മേഖലയിലെ സ്വാധീന ശക്തി എന്ന പ്രഖ്യാപനവും ഗ്രേറ്റർ ഇസ്രയേൽ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നതും തുർക്കിയെ ഇസ്രയേലുമായി ശത്രുത വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി. ഗസയെ ആക്രമിക്കുന്നതും തുർക്കിക്ക് ഇസ്രയേലിനോടുള്ള അതൃപ്തിക്ക് കാരണമാണ്. എന്നാൽ ഇസ്രയേൽ പറയുന്നത് ഇക്കാര്യങ്ങളാണ്. 2019 മെഡിറ്ററേനിയൻ കടലിലെ ഭൂപ്രകൃതി സമ്പത്ത് സംബന്ധിച്ച് തുർക്കിയും ലിബിയയും തമ്മിലൊരു കരാറിൽ ഏർപ്പെട്ടിരുന്നു. ഇതിനെ ഗ്രീസും സൈപ്രസും ഇസ്രയേലും ഒരുമിച്ച് എതിർത്തു. ഇല്ലീഗൽ എന്നാണ് ഇസ്രയേൽ പറഞ്ഞത്. മറ്റൊന്ന്, ഹമാസിനെ തുർക്കി സംരക്ഷിക്കുന്നു എന്നും അവർക്ക് ഫണ്ട് നൽകുന്നു എന്നതുമാണ്. ഇസ്രായേൽ മന്ത്രിയെ തുർക്കി കൊല്ലാൻ ശ്രമിച്ചു എന്ന ഇസ്രയേൽ ആരോപണം ഏറെ ഗൗരവമുള്ളതാക്കി. തുർക്കി ഇതിനെ നിഷേധിച്ചിട്ടുമുണ്ട്. തുർക്കിയിലെ സാഡറ്റ് അഥവാ സൈനികർക്ക് ആയുധം നൽകുന്ന കമ്പനി ഹമാസിനും ആയുധങ്ങൾ നൽകുന്നു എന്നതാണ് മറ്റൊരു ആരോപണം. നെതന്യാഹുവിന്റെ വിമാനത്തിന് തുർക്കിയുടെ ആകാശപരിധിയിൽ പ്രവേശിക്കാൻ തുർക്കി അനുമതി നിഷേധിച്ചതോടെ നെതന്യാഹുവിന്റെ യാത്ര റദ്ദായ സംഭവവും ഇസ്രയേലിനെ പ്രകോപിപ്പിച്ചു. എർദോഗാൻ തുർക്കിയെ സുന്നി മുസ്ലിം ലോകത്തിന്റെ നേതാവാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. ഇത് ഇസ്രയേലിന് ഭീഷണിയാണ്. അതിനിടെ 2025 ജൂലൈയിൽ തുർക്കി ഇസ്രയേലിനെ ആക്രമിക്കാം എന്നുള്ളൊരു റിപ്പോർട്ട് ഇസ്രയേലിനകത്ത് വരികയാണ്. ഇസ്രയേലിലെ നാഗൽ കമ്മീഷനാണ് ആ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അതിൽ തുർക്കിയുമായുള്ള യുദ്ധസാധ്യതാ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 2025 തുർക്കി ഇസ്രയേലിനെ ആക്രമിക്കുമെന്നായിരുന്നു ആ റിപ്പോർട്ട്. സിറിയയിലെ തുർക്കിയുടെ ഇടപെടൽ തുടങ്ങിയവയൊക്കെ വിഷയവുമായി ബന്ധപ്പെടുത്താവുന്നതാണ്. ഏതായാലും ഇരു രാജ്യങ്ങളുടെയും ബന്ധങ്ങൾ വഷളായിട്ടുണ്ട്. നയതന്ത്ര ബന്ധങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും തുർക്കി നാറ്റോ അംഗരാജ്യമാണ്. ഇസ്രയേൽ അമേരിക്കയുടെ ആശ്രിത രാജ്യവുമാണ്. പെട്ടെന്ന് നേരിട്ടൊരു സംഘർഷത്തിന് പകരം മെഡിറ്ററേനിയൻ കടൽ വഴിയുള്ള വ്യാപാര യുദ്ധത്തിലോ കടൽ സഞ്ചാരവുമായി ബന്ധപ്പെട്ടോ ആയിരിക്കാം ഇനിയുള്ള നീക്കങ്ങൾ. അതിന്റെ മൂർധന്യതയാവാം നേരിട്ടുള്ള യുദ്ധം. അങ്ങനെ സംഭവിച്ചാൽ തുർക്കി മന്ത്രി പറഞ്ഞ പോലെ നിങ്ങൾ അടുത്തത് ആരെയാണോ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ രാജ്യത്തിന്റെ കൈകൾ കൊണ്ട് ഇസ്രയേൽ ഒടുങ്ങും എന്നത് യാഥാർത്ഥ്യമാകുമോ എന്ന് കണ്ടറിയാം. അതിലേക്ക് വെളിച്ചം വീശുന്നതാണ് ഹിറ്റ്ലറിന്റെ പതനം ഓർമ്മിപ്പിച്ചുള്ള ഉർദുഗാന്റെ പ്രഖ്യാപനം. കാത്തിരിക്കാം. waytonikah.com, the exclusive Muslim matrimonial site.